ഞങ്ങളുടെ അമ്മയുടെ കൂടെയുള്ള ഊട്ടി ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ, അതായത് രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഊട്ടിയിലൊരു ദിവസം സ്റ്റേ ഒക്കെ അടിച്ച് പിറ്റേ ദിവസം അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു ഞങ്ങളുടേത്. പിന്നെ മനസ്സിലാക്കി ഈ ഊട്ടിയുടെ അടുത്ത് കൂനൂർ എന്ന് പറഞ്ഞ നല്ല അതിമനോഹരമായൊരു ഗ്രാമമുണ്ട്. തൊട്ടടുത്താണ്, ജസ്റ്റ് പോയി വിസിറ്റ് ചെയ്ത് വരാൻ പറ്റുന്നു. അങ്ങനെ ഞങ്ങൾ കൂനൂർ പോയി. കൂനൂരുള്ളൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് കണ്ടു. ഊട്ടി ടൗണിൽ നിന്ന് കൂനൂർ ഗ്രാമം വരെ 19 കിലോമീറ്ററാണ് ഉള്ളത്. അതിൽ ഊട്ടി ടൗണൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു 12 കിലോമീറ്റർ, മിച്ചം വരുന്ന ഒരു 12 കിലോമീറ്റർ ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് പോലെ നമ്മൾ കൂനൂരേക്ക് പോകുമ്പോൾ അതിമനോഹരമായ വ്യൂസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. വേറെ ലെവൽ വ്യൂസ്. ഞങ്ങളിന്ന് ഇവിടെ പോകുന്ന വ്യൂ പോയിന്റിൻ്റെ പേരാണ് എക്കോ റോക്ക് വ്യൂ പോയിന്റ്. അത്ര ഫേമസ് ആയ വ്യൂ പോയിന്റ് ഒന്നല്ല, പക്ഷേ ഈയിടെയായിട്ട് ഫേമസ് ആയി വരുന്നു. നിങ്ങൾക്ക് ഈ മനോഹരമായ ലൊക്കേഷനിൽ വരണമെങ്കിൽ ജസ്റ്റ് ഈ ഊട്ടീൻ്റെ അടുത്ത് എവിടെയെങ്കിലാണ് നിങ്ങളെങ്കിൽ എക്കോ റോക്ക് ആർച്ചിഡിൻ എന്ന് ഗൂഗിൾ മാപ്സിൽ കൊടുത്താൽ മതി. ഊട്ടിനേക്കാൾ കുറച്ചധികം ഹൈറ്റിലാണ് കൂനൂർ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തണുപ്പ് കുറച്ചധികം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഞങ്ങൾ സമ്മർ സീസണിൽ പോയതുകൊണ്ടും നല്ല നട്ടുച്ചയ്ക്ക് ഈ മല കയറിയത് കൊണ്ടുമാണ് ഞങ്ങൾ കുട പിടിച്ച് പോകുന്നത്. കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് ആ എക്കോ റോക്ക്. ഇതാണ് എക്കോ റോക്കിലെ ലാസ്റ്റ് സ്ട്രെച്ച്. ഇത് കയറി കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് വ്യൂവിലെത്താൻ പറ്റുക. നിങ്ങൾ ഈ എക്കോ റോക്ക് ആർച്ചിഡിൻ എന്ന ലൊക്കേഷനിൽ എത്തിയതിന് ശേഷം അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് വഴി കാട്ടിത്തരും. ആ വഴിയിലൂടെ ഒരു 1 കിലോമീറ്റർ മാക്സിമം നടന്നാൽ നിങ്ങൾക്ക് ഈ വ്യൂ പോയിന്റിലെത്താം. അതിമനോഹരമായ വ്യൂ പോയിന്റ്. ചൂടുകാലമായിരുന്നെങ്കിലും ഈ മലയുടെ മുകളിൽ അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ടായിരുന്നു. കാരണം കോട വരും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ ഒരു മലയുടെ അവസാനത്തെ സ്ട്രെച്ച് കയറാൻ ഇത്തിരി പാടായതുകൊണ്ട് തന്നെ അമ്മ മുകളിലേക്ക് വന്നില്ല. അമ്മ താഴ്ത്തിരുന്ന്, ഞങ്ങൾ മാത്രമേ കയറി വന്നുള്ളൂ. ഈ ഊട്ടിയിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ദൊഡ്ഡബേട്ട പീക്കാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എക്കോ റോക്കും. ഈ താഴത്തോട്ടേക്ക് അടിപൊളി വ്യൂ ഉണ്ട്, പക്ഷേ ഈ കോട കാരണം കാണാൻ പറ്റാത്തതാണ്. താഴത്തേക്ക് സത്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ധൈര്യമുള്ള ആൾക്കും പേടി തോന്നുന്ന ഒരു വ്യൂ ആണുള്ളത്. ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന വരെ നമുക്ക് തോന്നും. താഴത്തേക്ക് സ്റ്റീപ്പ് വാലിയാണ്. ഇത് മറ്റൊരു തവണ ഞങ്ങൾ എക്കോ റോക്കിൽ വന്നപ്പോഴത്തെ വ്യൂ ആണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഹൈറ്റിലാണ് നമ്മളുള്ളത്. താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു ഡാമൊക്കെ കാണാമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായതുകൊണ്ടും അവിടെ ആൾക്കാരൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ അവിടെ നിന്ന് വേഗം താഴത്തേക്ക് ഇറങ്ങി. ഇനി നിങ്ങളിനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും ആ ഡാമിനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് വെക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം മുകളിൽ സ്പെൻഡ് ചെയ്ത് പിന്നെ അമ്മയുടെ കാര്യം ആലോചിച്ചു. അമ്മ അവിടെ താഴത്തൊറ്റയ്ക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം താഴത്തേക്ക് ഇറങ്ങി. കാരണം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ നേരെ ഇങ്ങോട്ട് വന്നിട്ടാണ് ഞങ്ങൾക്ക് അടുത്ത പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ഞാൻ വളരെയധികം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അമ്മ സന്തോഷിക്കുന്ന കാണുമ്പോൾ നമ്മൾ മക്കൾക്കൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. എന്തായാലും അമ്മേനെ എനിക്ക് ഊട്ടി കൊണ്ടുവരാൻ പറ്റി, ഊട്ടി കാണിക്കാൻ പറ്റി. അടുത്ത പ്രാവശ്യം ഞാൻ ഇനി കൊണ്ടുവരാം അമ്മേനെ, എന്നിട്ട് ഊട്ടി ഫുള്ളി കാണിച്ചു.